1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് നാവികസേനയുടെ വിജയകരമായ പ്രവർത്തനങ്ങളിൽ ഒന്നായി കണക്കാക്കുകയാണ് ഓപ്പറേഷൻ ട്രൈഡന്റ്. അതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഡിസംബർ 4-ന് നാവികസേനാ ദിനമായി നാം ആചരിക്കുന്നത്. ഡിസംബർ 4-5 തീയതികളിലായിരുന്നു ഓപ്പറേഷൻ ട്രൈഡന്റ് നാവികസേന നടത്തിയത്. അന്ന് ഇന്ത്യൻ നാവികസേനയുടെ മിസൈൽ ബോട്ടുകൾ കറാച്ചി തുറമുഖത്തെ പാകിസ്ഥാന്റെ താവളത്തെ ആക്രമിച്ചു. ആ യുദ്ധത്തിൽ ശത്രുരാജ്യത്തിന്റെ നിരവധി കപ്പലുകൾ പൂർണ്ണമായും ഭാഗികമായി നശിപ്പിച്ചു. അന്ന് ആദ്യമായിട്ടായിരുന്നു യുദ്ധത്തിന് ആന്റി ഷിപ്പ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാന നേട്ടമായിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഐസൻ കൂടി ചേരുകയാണ്. ഐസൻ, അന്ന് ആദ്യമായിട്ടായിരുന്നു 1971 യുദ്ധത്തിന് ആന്റി ഷിപ്പ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നാവികസേനയുടെ കരുത്ത് ലോകത്തിന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാവുന്ന ഒട്ടനവധി ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. എന്താണ് ഇപ്പോൾ നാവികസേനയുടെ കരുത്ത്? ഏതെല്ലാം തരത്തിലുള്ള ശക്തി പ്രകടനമാണ് ശംഖുമുഖത്ത് ഇപ്പോൾ നടക്കാൻ പോകുന്നത്? ഐസൻ, നിലിമ, തീർച്ചയായും അതിശക്തമായ നാവികസേനയായി പരിണമിച്ചിരിക്കുന്നു ഭാരതത്തിൻ്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. അന്തർവാഹിനികളും അതുപോലെ തന്നെ ന്യൂക്ലിയർ അന്തർവാഹിനികളും നമുക്ക് സജ്ജമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലാണ് വിവിധ ഇത്തരത്തിലുള്ള അന്തർവാഹിനികളുടെയും ഫ്രിഗേറ്റുകൾ, അതായത് ചെറു യുദ്ധ കപ്പലുകളുടെ എല്ലാം തന്നെ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്മീഷനുകളും എല്ലാം തന്നെ നടക്കുന്നത്. കാലിബ്രേഷൻ ടെസ്റ്റുകളൊക്കെ കൊച്ചിയിലൊക്കെ നടത്തുന്നത് നമുക്ക് പലതവണ വാർത്തകളായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായ ഒരു സൈനിക സംവിധാനമായി ഭാരതത്തിൻ്റെ നാവികസേന മാറിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ നാവികസേനയ്ക്ക് പല മേഖലകളിൽ, രക്ഷാപ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ ദുരന്ത നിവാരണ മേഖലകളിൽ ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായി വേദിയിലേക്ക് എത്തുകയാണ്. ശംഖുമുഖം കടൽ തീരത്ത് വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആ സ്റ്റേജിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഉണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുവരാം. Ladies and gentlemen, you may now resume your seats. Welcome to the Indian Navy's Operational Demonstration 2025. Fasten your seatbelts and direct your attention to the skies as our extraordinary operational demonstration is all set to commence. देवियों और सज्जनों, भारतीय नौसेना परिचालन प्रदर्शन 2025 में आपका स्वागत है. हमारे अद्भुत परिचालन प्रदर्शन का शीघ्र ही प्रारंभ. മാന്യരെ, ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ ഡെമോൺസ്ട്രേഷൻ 2025 സ്വാഗതം. നമ്മുടെ അസാധാരണമായ ഓപ്പറേഷൻ ഡെമോൺസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. Get ready to be enthralled by a majestic display of serial prowess, testament to India's growing maritime might, by 3 multi-role helicopters. The MH-60R, commanded by Captain Siddharth Rana. The formation is led by Commander Abhijit Garud with Lieutenant Commander Shanky and Lieutenant Commander Shivam on his flanks. 3 MH-60R हेलीकॉप्टर राष्ट्रपति महोदय के सम्मान में प्लेयर्स दागते हुए के साथ नौसेना परिचालन प्रदर्शन का शानदार आरंभ. The Dorniers were led by Commander Aravind Nair, who hails from Trivandrum. The MH-60R has just dipped as a mark of respect to the Supreme Commander. Shift your gaze, ladies and gentlemen, from the skies above to the blue sea right ahead. The most advanced frigates and destroyers of the Indian Navy steam right ahead of you.
INS Imphal, commanded by Captain Rajat Dutt, and INS Udaygiri, commanded by Captain Vikas Sood, approach from the right, while INS Kolkata, commanded by Captain Nitin Karyappa, and INS Tamal, commanded by Captain Sridhar Tata, sail by from the left. आपके समक्ष संचालन करने वाले हैं भारतीय नौसेना के सबसे शक्तिशाली एवं अत्याधुनिक फ्रिगेट और विध्वंसक युद्धपोत। इनका लहरों पर सवार होना समुद्र पर गूंजती अदम्य शक्ति का प्रतीक है। दाहिनी ओर से तेजी से बढ़ता आईएनएस इंफाल कैप्टन रजत दत्त के नेतृत्व में और पीछे गर्व से लहराता आईएनएस उदयगिरी कैप्टन विकास सूद के कमान में, और बाईं ओर से आईएनएस कोलकाता कैप्टन नितिन करियप्पा की अगुवाई में और लहरों को चीरता हुआ आईएनएस तमाल कैप्टन श्रीधर टाटा के नेतृत्व में। സുപ്രീം കമാൻഡർ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ കൂടി പോകുന്ന ഭാരതീയ നാവികസേനയുടെ ഏറ്റവും നൂതനമായ ബ്രിഗേറ്റുകൾ കൺകുളിരുക കാണും. വലതുവശത്ത് നിന്ന് INS ഇംഫാലും ഉദയഗിരിയും കപ്പലുകളും, ഇടതുവശത്ത് നിന്ന് INS കൊൽക്കത്ത, INS തമാൽ കപ്പലുകളും. यह है भारतीय नौसेना की ताकत, यह है भारतीय नौसैनिकों का पराक्रम आपकी आंखों के सामने अपनी पूरी शान और शौर्य के साथ। അല്പസമയത്തിനകം നമ്മൾ വലിക്കുമോ? ആ. Ladies and gentlemen, an amazing display in front of you as our warships illuminate the skies with flares. മനോഹരമായ ഫ്ലെയറുകൾ സമുദ്രത്തെ പ്രകാശിപ്പിക്കുന്നു. സുപ്രീം കമാൻഡറുടെ ബഹുമാനത്തിന്റെ അതുല്യവും ഭംഗിയുള്ളതുമായ ഒരു പ്രകടനം. शक्तिशाली युद्धपोत आकाश को चमकदार फ्लेयर से प्रकाशित करते हुए And again, ladies and gentlemen, beautiful flares lighting up the seas, a unique and grand gesture of respect for the Supreme Commander. ബാനർ ഫോർമേഷനിൽ ദേശീയ പതാകയും നാവിക പതാകയും വിമാനത്തോടെ പറത്തിക്കൊണ്ട് നമ്മളുടെ മുമ്പിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. आकाश में यह गर्जना बॉम्ब बस का प्रदर्शन करने आ रहे हॉक विमानों की है, जो फैंटम्स के नाम से प्रसिद्ध हैं। 5 हॉक विमान एरोहेड फॉर्मेशन में तीर के भांति आकाश को चीरते हुए तेजी से मंच की ओर आ रहे हैं। इस फॉर्मेशन का नेतृत्व फैंटम लीडर कैप्टन अदनान लतीफ कर रहे हैं। इनका हर कार्य अद्भुत अंदाज में होता है। Ladies and gentlemen, look right in front of the dais, far across the horizon. Keep your gaze steady, or you will miss the spectacular sight of phantom formation of 5 hawks peering through the air in their signature bomb burst maneuver. Let's hear Phantom Leader live. Phantom, bomb burst, go! And there goes the bombers. Ladies and gentlemen, huge round of applause for the Phantom Formation led by Captain Adnan Latif. Joining him, Commander BK Sharma, Commander Mohit Sharma, Commander Sham Sagar, Wing Commander Prince Arora, and Commander Deepak Somnath. Ladies and gentlemen, hostage crises at sea are delicate, high-stakes moments where patience,
negotiation, and precision matter more than the use of force. However, when negotiations fail, the Indian Navy's marine commandos are trained and equipped to bring everyone home safely from a place where help is far away and the ocean offers no escape. A testament to this capability was evident in the daring rescue mission of 17 crew members of merchant vessel Ruin, undertaken by the Indian Navy. Shift focus now to the hijacked merchant vessel. The high-speed assault craft is slicing through the waves, closing in fast. Marine commandos on board, weapons loaded, and eyes locked on. As the boat now gets alongside, ladders up and marine commandos breaching in. By sharp movements, they fan out and secure the boarding point. One by one, they will sweep decks, clear compartments, neutralize threats, and most importantly, secure safety for the hostages. What you are currently witnessing, ladies and gentlemen, is one of the most critical missions at sea. Visit, board, search, and seizure. The backbone of maritime interdiction operations. These operations require lightning-fast reflexes, tactical brilliance, and nerves of steel. The moment a suspicious vessel is detected, aircraft are launched, warships close in, and Marcos prepare for action, ready to board, search, secure, and seize. And in just a few minutes, ladies and gentlemen, the hostage crisis has been averted. A flawless operation executed by the best in business with speed, discipline, and dominance. Ladies and gentlemen, draw your attention to the right to witness
some of the fastest and fiercest warriors of the sea. Sleek, compact, and built purely for offensive punch. These are the Indian Navy's killer missile boats, INS Vidyut and INS Vipul. Don't let their size fool you. Each one carries powerful anti-ship and land attack missiles capable of striking targets far and beyond. As night fell on the 4th of December 1971, in a series of precise and devastating missile attacks, a small band of these killer boats sank multiple Pakistani naval ships and set Karachi harbor ablaze. This daring raid is one of the most successful naval strikes in modern history and is celebrated by the Indian Navy every year as the Indian Navy Day. Ladies and gentlemen, hold your breaths as these missile boats line up to display a simulated missile launch. Let's connect you live to their operations room in the midst of action. All positions operations room. Tension 1 Alpha assumed. Target data fed. Trajectory generated. Wolf pack 2. Wolf count 2. 2 each for 4-8 and 4-6. Counter out. Stand by for missile salvo launch 1 in 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Fire!